നമ്മളൊരു സ്കിൽ സർക്യൂട്ട് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ആ സ്കിൽ എന്തായി മാറും? ഓട്ടോമാറ്റിക്കായി മാറും. അതായത് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അത് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ഷിഫ്റ്റ് ആവും, ഒരു സെക്കൻഡ് നേച്ചർ എന്നുള്ള രീതിയിൽ. ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നൊവൈസ്, ഇൻ്റർമീഡിയറ്റ്, അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ബ്രെയിൻ സ്കാൻ ആണിത്. ഇതിൽ നൊവൈസിൻ്റെ ബ്രെയിനാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത്, സ്കിൽഡ് ആയിട്ടുള്ള ആളതാണ് ഏറ്റവും കുറവ് പണിയെടുക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്കില്ല് ഫസ്റ്റ് പഠിക്കുന്ന ടൈമിൽ ഇതിലെല്ലാ സ്റ്റെപ്പുകളും നോട്ടീസ് ചെയ്ത് വെക്കുന്നത് നമ്മളെ വർക്കിംഗ് മെമ്മറിയിലേക്കാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് വേറെയുള്ള കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്കില്ലുകൾ പതുക്കെ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി മാറുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കാർ ഓടിക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ടൈമൊക്കെ നമ്മൾ കാർ ഓടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ സ്റ്റെപ്പുകളും ഭയങ്കര രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യം ചെയ്യേണ്ടവ. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ഫുൾ എന്തായിരിക്കും? ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ എപ്പോഴാക്കേണ്ടത്, റിവേഴ്സ് ഗിയർ, ഇൻഡിക്കേറ്റർ, ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് കയറാം. നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്പേസ് ഉണ്ടാവില്ല. നമ്മുടെ മൈൻഡ് ഫുൾ ഇതിൽ ഒക്യുപ്പൈ ചെയ്ത് കണ്ട് കയറാം ഓരോ സ്റ്റെപ്പും. പിന്നീട് നമ്മൾ ഒരാഴ്ച, രണ്ടാഴ്ച, അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഇങ്ങനെ കാർ ഓടിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് എന്തായിട്ടുണ്ടാവും? ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാവും. ഒരു സ്ലോപ്പ് വരുമ്പോൾ, കയറ്റം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് ഗിയർ ഇടും. കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലച്ച് കിട്ടുന്നതും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എന്തായിരിക്കും? ജസ്റ്റ് ഒരു ഫീലിംഗ് ആയിരിക്കും. ആ ഒരു സംഭവം വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പെർഫോം ചെയ്യും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ സർവൈവലായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഗിയർ മാറ്റലും ക്ലച്ച് ഔട്ടലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയി കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ പോണ ഇടയിൽ വല്ല പട്ടിയോ പൂച്ചയോ വട്ടം ചാടിയാലോ, അല്ലെങ്കിൽ റോഡിൽ എന്തെങ്കിലും വലിയ കുഴി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മളെ വർക്കിംഗ് മെമ്മറി ഈ ഗിയർമലും ക്ലച്ചുമലും എന്തെങ്കിലുമൊക്കെ ഭയങ്കര രീതിയിൽ ഫോക്കസ് ചെയ്താണ് ഇനി എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊന്നും നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല.